Hello my dear students, welcome back to Eagle Learning. This is me Aslam. So മക്കളെ മാത്സ് ബേസിക്സിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇനിയും ബേസിക് ആയിട്ട് കുറച്ചും കൂടി പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. മക്കളെ ഞാൻ എന്താക്കാണ് ഡിലേ ഇല്ലാതെ വേഗം പോവാണ് ഇന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത അതേപോലെ തന്നെ എക്സ് വരുന്ന ആൾക്കാരെ കുറിച്ചാണ്, അൺനോൺസ് വരുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് എന്താ കാണുന്നത്, 2x 3x ആഡ് ചെയ്തപ്പോൾ 5x വന്നു. 2x + 3x 5x 2 + 3 5 ആണ്, അതുകൊണ്ട് 5x ആയിട്ട് മാറി. ഇനി അങ്ങനെയാണെങ്കിൽ മക്കളെ 5x - 8x എത്ര വരും? 5 - 8 എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ച ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ വ്യത്യാസം കണ്ട് ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കണം. 8 വ്യത്യാസം, 5ന്റെയും 8ന്റെയും വ്യത്യാസം 3 ആണ്, വലിയ നമ്പർ 8 ആണ്, സൈന് മൈനസ് ആണ്. സോ നെഗറ്റീവ് x വരുന്നതുകൊണ്ട് നെഗറ്റീവ് 3x ആയിട്ട് മാറുന്നു. പിന്നെ നോക്കിക്കേ, -9x + 11x സെയിം പ്രോസസ് ആണ്. രണ്ടിന്റെയും വ്യത്യാസം 2 ആണ്, വലിയ നമ്പർ 11 ആണ്, പോസിറ്റീവ് ആണ്. സോ 2x എന്ന് വരുന്നു. ഇനി അവസാനത്ത് നോക്കിക്കേ, -7x -6x രണ്ട് നമ്പർ നെഗറ്റീവ് ആണ്. സോ ആഡ് ചെയ്ത് ആ നെഗറ്റീവ് സൈന് നേരെ കൊടുത്താൽ മതി. -7x -6x -13x ആയിട്ട് മാറുന്നു. വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എക്സ് വരുമ്പോഴല്ല, റൂട്ട് വരുമ്പോൾ പല ആൾക്കാരും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാറുണ്ട്. സോ മക്കൾ അത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. എന്താ നോക്കിക്കേ, 2√3 + 6√3 രണ്ടിന്റെയും കൂടെ √3 ആണ്. സോ 2ഉം 6ഉം ആഡ് ചെയ്താൽ മതി. 2ഉം 6ഉം ആഡ് ചെയ്താൽ എന്ത് വരും? 8 വരുന്നു. 8√3 ആണ് വരിക. സിമ്പിൾ അല്ലേ? അതായത് എക്സ് പോലെ തന്നെ √3 ഇവിടെ കണ്ടാൽ മതി. ഇവിടെ വരുന്നത് രണ്ടും സെയിം ആയതുകൊണ്ട് ഈ രണ്ട് വാല്യൂസ് ആഡ് ചെയ്താൽ മതി. ഇനി അതേപോലെ നോക്കിക്കേ, -2√5 + 4√5 സോ -2 + 4 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? 2√2 എന്ന് വരുന്നു. -2 + 4 2 ആണ്, അതിൻ്റെ കൂടെ √5 വരുന്നതുകൊണ്ട് 2√5 എന്നാണ് ആൻസർ വരിക. സോ സിമ്പിൾ. ഇനി അടുത്തെന്ത് വരുന്നത്, -3√2 -8√2 രണ്ടും നെഗറ്റീവ് സൈൻ ആണ്. സോ -3 -8 എന്ന് പറഞ്ഞാൽ -11 ആണെന്നറിയാം, അതിന്റെ കൂടെ വരുന്നത് √2 ആണ്. സോ -11√2 എന്ന് വന്നു. നെക്സ്റ്റ് വൺ 7√7 -5√7 7√7 -5√7 എന്ന് പറഞ്ഞാൽ എന്താണ്? സോ സിമ്പിൾ ആണ് സാറേ. 7 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 2√7 വരുന്നു. 2√7 എന്ന് കിട്ടി. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. നമ്മൾ അരിത്മെറ്റിക് സീക്വൻസിലൊക്കെ ഇതിന്റെ ആവശ്യം വരുന്നുണ്ട്. റൂട്ട് വരുന്ന സീക്വൻസ് ആകുമ്പോൾ ഇങ്ങനെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, പൊതു വ്യത്യാസം കണ്ടുപിടിക്കാൻ ഇയാളെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ മക്കളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ. അതായത് ഒരു ലീനിയർ ഇക്വേഷൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം. അതായത് ലീനിയർ ഇക്വേഷൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ എങ്ങനെ എക്സിന്റെ വാല്യൂ കണ്ടെത്താമെന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്താൽ മതി, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈ ഭാഗത്തുള്ള ഈ ടേമിനെ, ഈ മൊത്തം ടേമിനെ നമ്മൾ എന്താക്കുക, എക്സ് മാത്രം, ഇവിടെ രണ്ട് ടേംസ് ഉണ്ട്, അവിടെ എക്സ് മാത്രം ആക്കി മാറ്റുകയാണ് വേണ്ടത്. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഈ 9 +9 പിടിച്ച് നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. +9 അങ്ങോട്ട് കൊണ്ടുപോകല്ല ശരിക്കും ചെയ്തത്. -9 കൊണ്ട് രണ്ട് സൈഡ് നമ്മൾ എന്താക്കാണ്, 9 കൊണ്ട് രണ്ട് സൈഡ് എന്താക്കാണ്, സബ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ 2x 9 - 9 15 - 9 എന്ന് വരുന്നു. അപ്പൊ നമ്മൾ പറയാൻ എളുപ്പത്തിന് വേണ്ടി 9 ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നു. സോ 9 + 9 ഇങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും? -9 ആയിട്ട് മാറുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 15 - 9. 2x = 15 - 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ എക്സിനെ കണ്ടുപിടിക്കാൻ ഇവിടെ 2x ആണ് എന്ത്, 6 എന്ന് പറയുന്ന ആള്. 15 - 9 6 ആണ്. 2x ആണ് 6. എക്സ് എന്ന് പറഞ്ഞാൽ ഈ 2നെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ഈ 2നെ നമ്മൾ എന്താക്കണം, നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. മൾട്ടിപ്ലിക്കേഷനിൽ എന്തായിട്ട് മാറുന്നു? ഡിവിഷൻ ആയിട്ട് മാറുന്നു. സോ x = 6/2. ശ്രദ്ധിക്കണേ, ഈക്വൽ ടുവിന്റെ അതർ സൈഡിലേക്ക്, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടുവിന്റെ അതർ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആയിട്ട് മാറുന്നു. ഡിവിഷൻ ആണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇനി അഡീഷനോ സബ്ട്രാക്ഷനോ, പ്ലസ് ഉള്ളത് ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും, മൈനസ് ഉള്ളത് ഈക്വൽ ടു അതർ സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറുന്നു? പ്ലസ് ആയിട്ട് മാറുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. 6/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. എക്സിന്റെ വാല്യൂ 3 കിട്ടി. വളരെ സിമ്പിൾ അല്ലേ? ഇനി അതുപോലെ വരുന്ന വേറെ ഇക്വേഷൻ ആണ് 2x + 8 = 6 എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ എന്താക്കുന്നു, +8 നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ 2x =
6 മൈനസ് 8 എന്ന് വരുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു -2 എന്ന് കിട്ടി. 2x is equal to -2. ആക്ച്വലി നമ്മളിവിടെ 2 into x ആണ്. ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് രണ്ട് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ x മാത്രമാവാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്, രണ്ട് സൈഡിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഈ 2 ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറയാട്ടോ. സോ 2 അങ്ങോട്ട് പോയാൽ എന്തായിട്ട് മാറുന്നു, x is equal to -2/2. -2/2 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് -1 ആണ്. കറക്റ്റ് ആണല്ലോ. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി, -1 എന്ന് കിട്ടി. വളരെ സിമ്പിൾ അല്ലേ. ഇനി അതുപോലെ വരുന്ന വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. രണ്ട് സൈഡിലും ഈക്വൽ ടുന്റെ രണ്ട് സൈഡിലും എക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് എക്സ് വരുന്ന ടേംസ് കൊണ്ടുവരാം. കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന ടേംസ് ഒക്കെ എന്താക്കുക, മറ്റൊരു സൈഡിലേക്ക്, നമ്പേഴ്സ് മാത്രമായിട്ട് വരുന്ന ആൾക്കാരെ മറ്റൊരു സൈഡിലേക്ക് കൊണ്ടുപോകാം. സോ ഞാനൊരു കാര്യം ചെയ്യാണ്, എക്സ് വരുന്ന എല്ലാ ടേംസിനെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കോൺസ്റ്റൻസിനൊക്കെ നമ്മൾ എന്താക്കുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. സോ നോക്കിക്കേ, 7x നമ്മൾ എന്താക്കുന്നു, നേരെ ഇങ്ങോട്ട് കൊണ്ടുപോയി. -8 അതേ സമയത്ത് ഇങ്ങോട്ട് വന്നു. 3x വേണം കേട്ടോ, 3x. 7x ഇങ്ങോട്ട് വന്നാൽ +7x ആണ്. അങ്ങോട്ട് വന്നാൽ എന്തായിട്ട് മാറും, -7x ആയിട്ട് മാറുന്നു. സോ -7x ഈക്വൽ ടു 24 റൈറ്റ് ഹാൻഡ് സൈഡിൽ ഓൾറെഡി ഉണ്ട്. സോ 24 ഞാൻ എന്താക്കി ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ എന്താ ഉള്ളത്, -8നെ ഇങ്ങോട്ട് വന്നാൽ -8 ഉള്ളത് +8 ആയിട്ട് മാറുന്നു. സോ 24 + 8 എന്ന് കിട്ടി. ഇനി 3x - 7x എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, 3x - 7x എന്താ, -4x ആണ്. 3 - 7 എന്താണ്, -4 ആണ്. അതുകൊണ്ട് 3x - 7x -4x ഈക്വൽ ടു 24 + 8 എന്ന് പറഞ്ഞാൽ 32 വന്നു. റെഡി അല്ലേ. ഇനി നോക്കിക്കേ, -4x x കിട്ടാൻ -4നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. -4 × x ആണ്. -4 ഇങ്ങോട്ട് വന്നാൽ ചില ആൾക്കാർ എഴുതാൻ ചാൻസ് ഉള്ളത് /4 എന്ന് എഴുതും. മൈനസ് ഉള്ളത് പ്ലസ് ആവില്ലേ എന്ന് വിചാരിക്കും. എടാ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും. അഡീഷണൽ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആയിട്ട് മാറുന്നു. അതേപോലെ മൈനസ് ആയിട്ടുള്ളത് പ്ലസ് ആയിട്ട് മാറുന്നു. പക്ഷെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, -4 × ആണ്. അങ്ങനെയാണെങ്കിൽ ഈ -4 ഇതുപോലെ ഇങ്ങോട്ട് പോകും. ഏത് സമയത്താണ് സൈൻ മാറുക, -8 ഇങ്ങനെ വരികയാണ്, ഇയാൾ ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. പക്ഷേ -4 × x ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് മാറുകയുള്ളൂ, ഡിവിഷൻ ആയിട്ട് മാറുകയുള്ളൂ, സൈൻ മാറില്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണേ. സോ x is equal to 32 - 4 എന്ന് വരുന്നു, which is equal to -32/4 എന്ന് എഴുതാൻ പറ്റും. 32/4. എടാ 32/4 എത്രയാണ്, 8 ആണ്. സോ -8. ഇവിടെ എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി, -8 എന്ന് കിട്ടി. എടാ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ആൻസർ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. ഈ ഇക്വേഷനിൽ കൊടുത്താൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച എക്സിന്റെ വാല്യൂ ശരിയാണെന്നാണ് അതിന്റെ അർത്ഥം. സോ ഇതാണ് വരിക, x is equal to -8 കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൽ പോവാം. എഗെയിൻ റൂട്ട് വരുന്ന ആളെ കാണുമ്പോൾ പല ആൾക്കാരും കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ മക്കളെ, ഇവിടെ എക്സിന്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. എക്സിന്റെ വാല്യൂ കണ്ടെത്താൻ 3x + 5√3 is equal to 4√3 വരുന്നത്. സോ 5√3 നമ്മൾ എന്താക്കുന്നു, നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. സോ 3x ഈക്വൽ ടു 4√3 പ്ലസ് ഉള്ള 5√3 എന്തായിട്ട് മാറും, -5√3 ആയിട്ട് മാറുന്നു. സോ 4√3 -4√3 ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ 3x is equal to 4 - 5 എന്താണ്, മൈനസ് ആണ്. സോ -1 ആയിട്ട് മാറുന്നു. 4 - 5 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ -√3 എന്ന് കിട്ടി. എന്ത് കിട്ടി, -√3 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, ഈ 3നെ നേരെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് ഡിവിഷൻ ആയിട്ട് മാറും, ഗുണിക്കാനുള്ളത് ഹരിക്കാനായിട്ട് മാറുന്നു. അപ്പം -√3/3 എന്ന് വരുന്നു. ഇനി വേണമെങ്കിൽ ഇയാൾ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. √3 എന്ന് പറഞ്ഞാൽ എന്താ, √3 × √3 ആണ്. 3 is equal to നമുക്കറിയാം, 3 is equal to √3 × √3 ആണ്. നമ്മൾ പഠിച്ചതാണ് √a × √a എന്ന് പറഞ്ഞാൽ a ആയിരിക്കും വരിക. അങ്ങനെയാണെങ്കിൽ ഈ 3നെ നമുക്ക് അതുപോലെ എഴുതി വെക്കാൻ പറ്റും, ഈക്വൽ ടു -√3/√3 × √3
ഈ √3യും ഈ √3യും ക്യാൻസലായി വിച്ച് ഇസ് ഈക്വൽ ടു -1/√3 എന്ന് കിട്ടുന്നു. ഇങ്ങനെ ഈ ആൻസർ ചെയ്തു വെക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ഇവിടെ കുറച്ച് അഡീഷണൽ സാധനങ്ങൾ വന്നിട്ടുണ്ട്. കൃത്യമായിട്ട് എന്താക്കുക, അതിന്റെ ഐഡിയ മനസ്സിലാക്കി ആൻസർ കണ്ടെത്തി വെക്കുക. സോ മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4x - 7 = 11 എന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ 4x = -7 ഇങ്ങോട്ട് വന്നാൽ +7 ആയിട്ട് മാറുന്നു. 4x = 11 + 7 എന്ത് വന്നു? 11 + 7 എന്ന് വന്നു. 11 + 7 എന്താണ്? 18 ആണ് വരിക. x = 18/4 എന്ന് വന്നു. 18/4 എക്സിന്റെ വാല്യൂ ഫ്രാക്ഷൻ ആവാൻ 100% ചാൻസ് ഉണ്ട്. എക്സിന്റെ വാല്യൂ നമ്പേഴ്സ് തന്നെ ആവണം എന്നൊരു നിർബന്ധമില്ല കേട്ടോ. സോ 18/4 നമുക്ക് എന്താക്കാം, ചെറിയ രൂപത്തിലേക്ക് മാറ്റാം. രണ്ട് നമ്പറിനെ നമ്മൾ എന്താക്കുന്നു, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 18/2 അതേപോലെ 4/2 എന്ന് പറഞ്ഞാൽ 18/2 എന്ന് പറഞ്ഞാൽ 9 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ 9/2 എന്ന് വരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, 9/2ന്റെ വാല്യൂ 9/2 എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ്. വിച്ച് മീൻസ് 4/5. എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 4/5 എന്ന് കിട്ടി. ഇങ്ങനെയും നമുക്ക് എന്താക്കാം, കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ, ഇതാണ് നമ്മൾ ഇന്നത്തെ ബേസിക്സ് വീഡിയോയിൽ പഠിക്കുന്നത്. കൃത്യമായിട്ട് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇതിലാണ്, ഇതിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടിട്ടോ. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: 3x - 8 = 14. 14 വേണ്ട, 15. 3x - 8 = 15. എക്സിന്റെ വാല്യൂ നിങ്ങൾ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക. സോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ.